എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അത് മനസ്സിന്ന് മായ്ച്ചു കളയാൻ എനിക്ക് ആവശ്യപ്പെടണം. അതൊന്നും വേണ്ടി വരില്ല. അവർക്കിടയിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാ. പക്ഷെ ഫോട്ടോ അതെങ്ങനെ ഇവന് കിട്ടി? അതിനർത്ഥം അവർക്ക് പിന്നിൽ ആളുകളുണ്ടെന്നല്ലേ? ആരുണ്ടായാലും ബന്ധത്തിന് വേറൊരു നിറമില്ലെങ്കിൽ പിന്നെ എന്ത് പേടിക്കാനാ ചേച്ചി? അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാ എന്റെ വിശ്വാസം. ചേച്ചി സമാധാനായിട്ടിരിക്കെ. ശരത്തിന് ഇത്തവണയും നിരാശപ്പെടേണ്ടി വരും. ഞാൻ ചേച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതെ, എന്ത് നോക്കായിരുന്നു എന്റെ മുറിയില്? ഒരു പാറ്റ. പാറ്റയോ? ആ, പാറ്റ. അതാ മുറിയിൽ കേറി. ഞാൻ എന്നെ പിടിക്കാൻ നോക്കിയതാ. ഒരു പാറ്റ കയറിയതിനാണോ ആ മുറി ഇത്ര അലങ്കോലാക്കി ഇട്ടിരിക്കുന്നത്? എന്റെ മുറിയിൽ പാറ്റ കയറി നിങ്ങൾക്കെന്താ? അതെ, നിന്റെ മുറി എന്നൊരു മുറി ഈ വീട്ടിലില്ല. ഇവിടെയുള്ള എല്ലാ മുറികളും എല്ലാവരുടെയോ, പ്രത്യേകിച്ചും പ്രേമിച്ചിടെ. പ്രേമിച്ചിക്ക് ഇഷ്ടമുള്ളത് ഈ വീട്ടിൽ ചെയ്യും. അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം നിനക്കില്ല. എന്റെ സാധനങ്ങൾ എടുത്ത് നശിപ്പിച്ച ഞാൻ മിണ്ടാതെ നോക്കി നിൽക്കണമെന്നാണോ സിദ്ധേട്ടൻ പറയുന്നത്? അതിന് നിന്റെ സാധനങ്ങളെന്ന് പറയാൻ ഇവിടെ എന്താ ഉള്ളത്? വരുമ്പോഴേ ഒരു ചെറിയ ബാഗ് മാത്രമാണല്ലോ കയ്യിലുണ്ടായിരുന്നത്. ബാക്കിയല്ല എന്റെ കാശോട് വാങ്ങിയതല്ലേ, അതെങ്ങനെ നിന്റെ ആവുന്നത്? നിങ്ങൾ എല്ലാരും കൂടിയാ ഇവർക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നേ. ചന്ദ്രേ, പ്രേമയ്ക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കും. ഓർമ്മയില്ലാത്തോണ്ടല്ലേ? എനിക്ക് വേണ്ടി ആരും മാപ്പ് ചോദിക്കൊന്നും വേണ്ട. പാറ്റ വന്ന ഇനി ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. പാറ്റയെ കൊല്ലണം, എങ്കിലേ എനിക്ക് സമാധാനം കിട്ടൂ. പുറകീന്ന് അടിക്കണം, അങ്ങനെ കൊല്ലണം. എല്ലാം നമുക്ക് ചെയ്യാം. ആദ്യം നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വാ, നമുക്ക് പോകാം. വാ. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ കാത്തിരുന്നോ? ഇങ്ങനെ പോയാലേ ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും രംഗം വഷളായി വരിക. അല്ല, ഈ വീട്ടിൽ കൊണ്ടുവരാൻ തിടുക്കപ്പെട്ടവരൊക്കെ ഇപ്പൊ എവിടെ? ആരും കാണുന്നില്ലല്ലോ. തിരികേറ്റാനും ഉത്സാഹിപ്പിക്കാനൊക്കെ ധാരാളം ആളുകൾ കാണും. സഹായിക്കാനാ ഒരാളും ഇല്ലാത്തത്. ചന്ദ്രവാ, പ്രേമ വലിച്ചു വാരിട്ടിരിക്കുന്ന മുറി ഞാൻ ശരിയാക്കി തരാം. അയ്യോ വേണ്ടേ, ഇത്രയും ചെയ്തു തന്നല്ലോ, സന്തോഷം. അത് ഞാൻ തന്നെ ശരിയാക്കിക്കോളാം. ഒരു ബോംബ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ അറിയാനും മറ്റോ ആണോ? തങ്കച്ചി എന്റെ കാണപ്പെട്ട ദൈവമല്ലേ, തങ്കച്ചി ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? അത് കള. തരം കിട്ടിയാ നീ എന്നെ തീർക്കുന്ന എനിക്ക് നന്നായിട്ടറിയാം. ഇല്ല തങ്കച്ചി, തങ്കച്ചി ഞാൻ ഒന്നും ചെയ്യില്ല. ഒന്നും അല്ലേലും പാർവതി അമ്മയെ എനിക്ക് വേണ്ടി പരിപാലിക്കുന്ന ആളല്ലേ തങ്കച്ചി? അത് മറക്കാൻ പാടുണ്ടോ? അല്ല, എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് സുഖമാണല്ലോ അല്ലേ? അത് അവരോട് ചോദിക്കണം. രക്ഷപ്പെടുന്നൊന്നും പറയാറില്ലേ? എന്റെ മോൻ വരും, രക്ഷിക്കും എന്നൊക്കെ പറയും. ഈ മോനെന്ന് പറയുന്നേ ഞാന്. പാവം, അവരറിയുന്നില്ലല്ലോ ഈ മകനാണ് അവർക്ക് വേണ്ടി ഉദകക്രിയ ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. അത് പോട്ടെ, അതൊക്കെ അങ്ങനെ ഒരു ഭാഗത്ത് നടക്കും. ഞാൻ പറയാൻ വന്ന വിവരം പറയാം. അതിനുശേഷം എന്ത് വേണമെന്ന് തങ്കച്ചി തീരുമാനിച്ചാൽ മതി. എന്നാ വേഗം പറ. ഊഹിക്കാവൂ എന്തായിരിക്കും? മാലിന്യല്ലേ? കറക്റ്റ്. ആരാ കക്ഷിന്നറിയാവോ? ദേവികയുടെ ചേച്ചി. ആരുടെ ചേച്ചി? ദേവികയുടെ ചേച്ചി. ഉള്ളതാണോ നീ പറയുന്നേ? സത്യം മാത്രമല്ല തങ്കച്ചി, ഞാൻ ഇവിടെ ബോധിപ്പിക്കൂ.
ഇത് കോടതിയാന്ന് എനിക്ക് അറിഞ്ഞൂടെ? എടാ മിടുക്ക, ഞാൻ പോലും മനസ്സിലാക്കാത്ത രഹസ്യമാണല്ലോ നീ മനസ്സിലാക്കിയത്. നീയാണ് യഥാർത്ഥ സ്നേഹിതൻ. ഇങ്ങനെ വേണം ആത്മാർത്ഥത കാണിക്കാൻ. ദേവിയും കൂടി ഈ ചിത്രത്തിലേക്ക് വന്നതുകൂടെ കാര്യങ്ങളൊക്കെ ചക്ക കുഴയുന്നില്ല കുഴയും തങ്കച്ചി. നമ്മൾ ആരും വിചാരിക്കാത്ത മേഖലയിലേക്ക് ഈ പ്രശ്നം അങ്ങ് വളരും. അത് ഉറപ്പല്ലേ? അല്ലെങ്കിലേ ജയശങ്കറിന്റെ ഫാമിലിയും ദേവികയും തമ്മിൽ സ്വരച്ചേർച്ചയില്ല. ഇങ്ങനൊരു ബന്ധം കൂടി അറിയുമ്പോ ജയശങ്കറിന് തീ പിടിക്കും. നീ ഒരു കാര്യം ചെയ്യണം, കുറച്ച് പെട്രോൾ വാങ്ങി അതിലേക്ക് എറിഞ്ഞു കൊടുക്കണം. തീ ആളി പടരട്ടെ. മനസ്സിലായില്ല? എടാ, ഈ വിവരം നീ അക്ഷരെ അറിയിക്കണം. അതോടെ വഴക്ക് മൂർച്ഛിക്കും. ഓ, അക്ഷര ഞാൻ പറഞ്ഞ വിശ്വസിക്കൂ. നുണയൊന്നും അല്ലല്ലോ നീ പറയാൻ പോകുന്നത്. എറിഞ്ഞു നോക്ക്, ചിലപ്പോ കൊണ്ടാലോ.